ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. ഞാനൊരു 2 കപ്പോളം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് തലേന്ന് വെള്ളത്തിലിട്ട് വയ്ക്കണം. അതിലേക്ക് ഒരു 2 തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. ഒരു 5 വിസിലൊക്കെ കേട്ടാൽ മതിയാവും കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങ കേട്ടോ. ഒരു അരമുറി തേങ്ങ വേണം. അതിലേക്ക് കുറച്ച് ജീരകം ആവശ്യമുള്ളവർ ഇട്ടാൽ മതി, ചിലർക്കത് ഇഷ്ടപ്പെടില്ല. അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ ഒരു പാനിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കണം. ആ കടുക് പൊട്ടിച്ചെടുത്ത് അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടി ഇടണം കേട്ടോ. സവാള ഇടണം. പച്ചമുളക് ഞാൻ എടുക്കണില്ല. പച്ചമുളക് ആവശ്യമുള്ളവർക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് വഴണ്ട് വരണം, അതായത് ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരണം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിലിടാം. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അത് കഴിഞ്ഞാൽ അതൊന്ന് അത്യാവശ്യം ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഞാൻ ഗരം മസാല കുറച്ച് ചേർത്തിട്ടോ. എനിക്ക് ഗരം മസാലയുടെ ആ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഗരം മസാല ചേർക്കാം. എന്നിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കുറച്ചൊന്ന് മിക്സാക്കി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ കൂടി ചേർക്കാം കേട്ടോ. തേങ്ങ ചേർത്ത് ഒന്ന് അത്യാവശ്യം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പം അത്യാവശ്യം കുറുകിയ ചാറോടുകൂടിയുള്ള ഗ്രീൻ പീസ് കറി നമുക്ക് കിട്ടും കേട്ടോ. ലാസ്റ്റ് ഒന്ന് ഉപ്പും കൂടി ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.